പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു വേർഡ് ഫയൽ PDF ആയി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു PDF ഫയൽ വേർഡായി കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ആദ്യം തന്നെ ക്രോം എടുക്കുക, അല്ലെങ്കിൽ മറ്റേത് ബ്രൗസറാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെടുക്കുക, ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ സെർച്ച് ചെയ്യാം, ലവ് PDF എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു സൈറ്റ് കാണാം. ഇതേപോലെ ഒരു ഐക്കണൊക്കെ ആയിട്ട് www.ilovepdf.com ഈ സൈറ്റിലേക്ക് കയറുക. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതേപോലെ PDF ഫയൽ വേർഡായിട്ട് കൺവേർട്ട് ചെയ്യാം, അതേപോലെ വേർഡ് ഫയൽ PDF ആയി കൺവേർട്ട് ചെയ്യാം, അങ്ങനെ PDF ഫയൽ പവർ പോയിൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതേപോലെ PDF എഡിറ്റ് ചെയ്യാം, വാട്ടർമാർക്ക് വെക്കാം, സിഗ്നേച്ചർ ആഡ് ചെയ്യാം, അതേപോലെ PDF എന്നൊക്കെ JPG-യിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഈ സൈറ്റിൽ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ സ്കാൻ ടു PDF, അതേപോലെ പേജ് നമ്പേഴ്സ് കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു സൈറ്റാണിത്. നമുക്ക് വളരെ ഉപകാരപ്പെടും ഇത്. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഒരു വേർഡ് ഫയൽ PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സെലക്ട് വേർഡ് ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വേർഡ് ഫയൽ എവിടെയാണോ ഇരിക്കുന്നത്, ഇപ്പം എൻ്റെ ഫയൽ ഡെസ്ക്ടോപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഫയൽ ഞാൻ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ ഞാൻ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ടത് കൺവേർട്ട് ടു PDF എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിരുന്നു. ഓക്കെ, അത് കൺവേർട്ട് ആവുന്നുണ്ട്. ഇനി കൺവേർട്ട് ചെയ്ത ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് ആ ഫയൽ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ വിത്തിൻ സെക്കൻഡ്സ് ഈ ഫയൽ PDF ആയി മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. യെസ്, വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ബഗ്സും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളെ വേർഡ് ഫയൽ PDF ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സൈറ്റാണിത്. ഓക്കെ, ഒരുവിധം എല്ലാ ആളുകളും ഇത് ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പം എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.